ദൈവ തിരുമനസ് മോളെ ഈ വിഷയം ഇത് ദൈവം ഇടപെടും, നീ ധൈര്യമായിട്ടിരിക്കാൻ പറയും. എന്താ കാര്യം? ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞാൽ മതി. കാര്യം എന്താ? ബാക്കിയുള്ള ചെയ്യേണ്ടത് ആരാണ്? ഞാനാണ് അവിടെ കൂടെ പോയി ചെയ്യേണ്ടത്? അല്ല, ആരുടെ പേരിലാണത് പറഞ്ഞിരിക്കുന്നത്, അവൻ ചെയ്തോളും അത്. പിന്നെ കൃപാസനത്തിൽ നിങ്ങൾക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയണത്, അമ്മ ഈ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിന് വലിയ ആനക്കാര്യമൊന്നും അല്ലത്. മര്യാദയ്ക്ക് ആ ഫോർമുല ഒന്ന് ഫോളോ ചെയ്താൽ മതി, ദൈവം പ്രത്യക്ഷപ്പെടും. ദൈവം ഇപ്പം ഞാനിപ്പോൾ പറയും, ഇപ്പോൾ ഈ മെർലിൻ്റെ കാര്യം പറയാം. മെർലിൻ്റെ പ്രശ്നം എന്താ? മെർലിൻ്റെ ദൈവസ്നേഹം എങ്ങനെ വർക്ക് ചെയ്യണേ? മെർലിൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ പറഞ്ഞു, എന്താ? ഞാൻ ശ്രദ്ധിച്ചോളെ, എന്താ സങ്കടം? ഞാൻ എപ്പോഴും ഈശോയോട് പറയും, എനിക്ക് ഈ ഗർഭചിത്രം പ്രാപിച്ച കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് എനിക്ക് എപ്പോഴും സങ്കടം വരുമെന്ന് പറയും. ഗർഭചിത്രത്തിൽ അവർ ജനിച്ചിരുന്നെങ്കിൽ അവരുടെ മാതാപിതാക്കന്മാർ ക്രൈസ്തവരായത് കാരണം അവർക്ക് ന്യായസ്ഥാനം കിട്ടുമായിരുന്നല്ല. അപ്പോൾ അവർ വിശുദ്ധിയിൽ ജീവിച്ചനല്ല, ആ കുഞ്ഞ് മരിച്ചു പോയില്ലേ, അപ്പോൾ അതിൻ്റെ പാപം മാതാപിതാക്കന്മാർക്ക് വന്നില്ലേ. അപ്പോൾ ഗർഭചിത്രം വന്നു പോയിട്ടുള്ള ഗർഭചിത്രം നടത്തിയ മാതാപിതാക്കന്മാരെക്കുറിച്ച് എനിക്ക് സങ്കടമാണ്. ആ മരിച്ചുപോയ കുഞ്ഞിനെ ഓർത്ത് എനിക്ക് സങ്കടമാണ്. ഈ MSc കാര്യത്തിൽ പറയണാണേ. ഞാനത് കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, നോക്ക് കേക്ക്. ഞാൻ ഉടനെ അച്ചടിക്ക് എന്നാ പേര് നോക്കി, പേരെന്താന്ന് നോക്കി, മെർലിൻ. കൊള്ളാം. അപ്പോൾ കല്യാണം കഴിക്കണമെമ്പം പ്രസവിക്കണമെമ്പം പഠിക്കണ കാലത്ത് എന്തൊരു ബോധ്യമാണ് ഉടമ്പടി കൊടുത്തിരിക്കുന്നത്. അവൾക്കുള്ള ആത്മഭാരം എന്താണ്? ഗർഭചിത്രം നടത്തിയിട്ടുള്ള മാതാപിതാക്കന്മാരുടെ പാപങ്ങൾ ഓർത്ത് എനിക്ക് സങ്കടമാണെന്ന്. ആ കുഞ്ഞുങ്ങൾ മരിച്ചു പോയല്ലോ ഓർത്തിട്ട്, അവർക്ക് വിശ്വാസം സ്വീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്തിട്ട് എനിക്ക് സങ്കടമാണെന്ന്. ഇതാണ് ആത്മഭാരം എന്ന് പറയണത്. ഇതാണ് ചേർന്ന് നിൽപ്പെന്ന് പറയണത്. അപ്പം അങ്ങനെയുള്ള ആത്മഭാരം പ്രാപിച്ച ആൾക്കാരെ ദൈവം അവർക്ക് അധികാരമുണ്ടാകും. ആത്മഭാരമാണ് അധികാരത്തിൻ്റെ അടിസ്ഥാനം. ഇത് ബൈബിളുള്ളതാണ്. ദൈവത്തിൻ്റെ പിന്നെ അവൾ പറയുവേ, എനിക്ക് അതായത് തിരുസഭയെ ഓർത്തിട്ട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. തിരുസഭയെ ഓർത്ത്. എറണാകുളം രൂപതക്കാരത്തിയാണ്. തിരുസഭയിൽ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്ന ഒരു രൂപതയാണത്. ഏറ്റവും കൂടുതൽ സംഘർഷങ്ങളിലൂടെ പോയി. കാര്യം ഞാൻ എറണാകുളം രൂപതയിലാണ് വർക്ക് ചെയ്യണത്. ആലപ്പുഴ രൂപതയുടെ ഒരു പള്ളിയിൽ, എറണാകുളം രൂപതയുടെ അകത്തൊരു പള്ളിയുണ്ട്, തേക്കാട്ടുശ്ശേരി. അപ്പോൾ എനിക്കതിൻ്റെ സങ്കടങ്ങളെല്ലാം ശരിക്കറിയാം. ആ ജനങ്ങൾ എന്തുമാത്രം വേദനിക്കുന്നു, സംഘർഷത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉത്തമ മാതൃകയുള്ള രൂപതയിലുള്ള അവിടെയുള്ള കുഞ്ഞിനൊക്കെ വർത്തമാനം കേട്ടില്ലേ, എനിക്ക് തിരുസഭയെ ഓർത്താണ് ഞാൻ ജീവിക്കണത് എന്നൊക്കെ പറയണത്. അപ്പം തിരുസഭയെ ഒരു പ്രാർത്ഥനയുടെ വിഷയമാക്കുകയാണ് അവരെ. തിരുസഭയെ സ്നേഹിക്കുന്നു. കാര്യം എന്താണ്? അവർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. അങ്ങനെ വളർന്നു വരുന്ന സമൂഹത്തിലാണ് ഇതുപോലെയുള്ള ആധ്യാത്മിക വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സങ്കടം വരും ശരിക്കും. ആ രൂപതയൊക്കെ ആ കുഞ്ഞിനെ അങ്ങനെ വളർത്തിയത് ആ രൂപതയാണെങ്കിൽ ആ രൂപതയുടെ ആധ്യാത്മിക നിലവാരം അതാണ്. അതിനകത്ത് എന്താ സംശയം? ഒരു ഓട്ടോറിക്ഷക്കാരന് ഇപ്പോഴും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിന് 40 വർഷം വേദപാഠം പഠിപ്പിക്കാൻ വേണ്ടി അഭിമാനത്തോടെ പറയുമ്പോൾ ആ ഒരു ഓട്ടോറിക്ഷക്കാരന് ആധ്യാത്മികമായിട്ട് കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് രൂപത്തിലുള്ള ആധ്യാത്മിക പൈതൃകത്തിൻ്റെ ശക്തിയാണത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെന്താ പറയണത്, രൂപത അതായത് തിരുസഭയെ, രൂപതയെന്നല്ല അവൾ പറയണത്, തിരുസഭയെ ഓർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമെന്നാണ്. ഇതൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ തല്ലിപ്പഴിപ്പിച്ചിട്ടോ പറയണതാണ്, സ്വന്തമായിട്ട് ആത്മാവിൽ നിന്ന് പറയണതാണ്. അപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. എന്താ കാര്യം? ഒരു ഉടമ്പടി ഒരു യുവതയെ കൊണ്ടുപോയി എത്തിക്കുന്ന സാക്ഷ്യജീവിതമല്ലേ. ദിസ് ഈസ് കോൺസെക്രേറ്റഡ് ലൈഫ്. ഇത് സാക്ഷ്യജീവിതമാണിത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഇതുപോലുള്ള സാക്ഷ്യ ജീവിതത്തിലേക്ക്, ഉടമ്പടിയിലൂടെ ഞങ്ങളെ എല്ലാവരെയും വളർത്തണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. അങ്ങോട്ടാ പോകണം നിങ്ങൾക്ക് മനസ്സിലായില്ല. അതായത് ഒരു വ്യക്തി ചേർന്ന് നിൽക്കുകയാണ്. അപ്പൻ്റെ പത്രം സ്വന്തമായിട്ട് കൊണ്ടു നടന്ന് കൊടുത്തിരുന്ന അപ്പനും മകളും കൂടിയാണ് ഒരിക്കൽ സുവിശേഷ വേല ചെയ്തത്. ഇപ്പോഴെന്ത് ചെയ്ത് അപ്പൻ്റെ സുവിശേഷ വേല ചെയ്യുന്നു, മകൾ ഉടമ്പടി എടുത്തിട്ട് അവളുടെ സുവിശേഷ വേല ചെയ്യുന്നു. മെർലിൻ പറയണത്, എനിക്ക് ആൾക്കാരെ വലിയ തോതിൽ കൺവിൻസ് ചെയ്യാൻ അറിയത്തില്ല, എനിക്ക് അത്രയും ഉള്ളൊരു വാഗ്പാഠവുമില്ല. അതുകൊണ്ട് ഞാൻ പത്രം കൊടുത്തിട്ട് നിങ്ങൾ പറയും, ഈ പത്രം വായിക്കണം, മാതാവിൻ്റെ അടുത്ത് നിങ്ങളും പോകണം,
അവിടെ ഒന്ന് പോയാൽ മതി, ബാക്കി അമ്മ ചെയ്തുകൊള്ളും. ഈ പത്രം വായിക്കും, മനസ്സിലാകും. അതാണ് പത്രപ്രേക്ഷിതത്വം എന്ന് പറയണത്. ഈ പത്രപ്രേക്ഷിതത്വം ചെയ്യണത് എന്തുകൊണ്ടാണ്? ഔട്ട് ഓഫ് ലവ് ആണ്. അതാണ് പ്രശ്നം. അല്ല അച്ഛൻ പറഞ്ഞ് കൃപാസനത്തിൽ അച്ഛൻ പറഞ്ഞ് ഉടമ്പടി എടുത്ത ആളല്ലേ പത്രം കൊടുക്കണമെന്ന് പറയും. അതല്ല, ഇവരത് ചെയ്യണത് അങ്ങനെയല്ല. ഈ പത്രം വായിക്കുന്നതിലൂടെ അവരെൻ്റെ കർത്താവിനെ അറിയും, അവർ കർത്താവിലേക്ക് തിരിയും, കർത്താവിലേക്ക്. അപ്പം ദൈവസ്നേഹം കൊണ്ടാണ് പത്രം കൊടുക്കുന്നത്. പത്രപ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെ പ്രവർത്തനമാണ്. അപ്പം ദൈവസ്നേഹം ഉള്ളവർക്ക് ഉടമ്പടി ആ സ്നേഹം ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു പ്രത്യേക കാലാവസ്ഥകളും തരും. ചെയ്യണത് നിയതമായ രീതിയിൽ ചെയ്യണം, അതുപോലെ തന്നെ സമയബന്ധിതമായി ചെയ്യണം. അപ്പോൾ ഉത്തരവാദിത്തമായി. എപ്പോഴെങ്കിലും ചെയ്താൽ ആർക്കാനും വേണ്ടി വെക്കാതിരിക്കണമല്ല, ഉത്തരവാദിത്തോടെ ചെയ്യണം. ഉത്തരവാദിത്തോടെ ദൈവസ്നേഹമാണ് ഉടമ്പടി പ്രൊമോട്ട് ചെയ്യണത്. റെസ്പോൺസിബിൾ പാരൻഹുഡ് പോലെ റെസ്പോൺസിബിൾ സ്പിരിച്വൽ ലൈഫ്. ഇപ്പോൾ റെസ്പോൺസിബിൾ സ്പിരിച്വൽ ലൈഫിലേക്ക് നിങ്ങൾ വരുമ്പോൾ എന്നാ പറ്റണത്? ദൈവവും റെസ്പോൺസിബിളാകും. ഒരു ദിവസം മെറിലിൻ്റെ അമ്മ, അപ്പനും അമ്മയും കുടുംബം മൊത്തം ഉടമ്പടിയിലാണല്ലോ. അപ്പം മെറിലിൻ്റെ അമ്മ ചുമ്മാ വീട്ടിലിരുന്ന് പറയണേ, ഊണൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും മക്കളും ഭാര്യയും ഭർത്താവും എല്ലാം കൂടി ഇരിക്കുകയും പറയുമ്പോൾ, ഇന്ന് ഞാൻ സിൽവർ ഗ്രേയിൽ അമ്മനെ കണ്ടു കേട്ടോ എന്ന് പറയും. ഇന്ന് ഞാൻ സിൽവർ ഗ്രേയിൽ അമ്മനെ കണ്ടു കേട്ടോ എന്ന് പറയും. അപ്പോൾ മെറിലിനത് കേട്ട് ഞാൻ പറഞ്ഞ് ഓക്കെ, ഇപ്പോൾ ഈഗർനെസ്സായി. അവളുടെ അമ്മ സിൽവർ ഗ്രേയിൽ മാതാവിനെ കണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ മെറിലിന് ഈഗർനെസ്സായി. മെറിലിന് ചോദിച്ച്, അമ്മ എപ്പോഴാണ് കൃപാസനം മാതാവിനെ കണ്ടത്? അപ്പോൾ ഉടനെ അമ്മ പറയും, ഞാൻ പള്ളിയിൽ അച്ഛൻ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ് ഇല്ലായിരുന്നോ, അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മ സിൽവർ ഗ്രേയിൽ എൻ്റെ മുമ്പിൽ കൂടി പാസ് ചെയ്തെന്ന് പറയും. ഇവളുടനെ കരയണ പോലെയാകും. കാര്യം അവൾ പറയും, ഞാനും ആ സമയത്ത് അമ്മയെ കണ്ടെന്ന് പറയും. അതാണ് വ്യത്യാസം. ഞാനും അതേ സമയത്ത് ഞാനും ആ 10 മിനിറ്റ് അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കൂടി കൃപാസനം മാതാവ് പോയി. ഞാനിത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ പാലാതെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ അമ്മ പറയണത്. അമ്മയും മകളും ഒരേ സമയം തന്നെ കൃപാസനം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം അനുഭവിക്കുകയാണ്. ജോസഫ് അച്ഛൻ കണ്ട സിൽവർ ഗ്രേയിലെ കൃപാസനം മാതാവിനെ ഇന്ന് ജനലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് കൃപാസന പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രത്യേകത. ഒരു പ്രത്യക്ഷീകരണം, ഇപ്പോൾ മജ്ജിക്കുറയിലൊരു പ്രത്യക്ഷീകരണമുണ്ട്, അത് റെക്കർ ചെയ്യുന്നുണ്ട് ആ സ്പോട്ടിലെ. പക്ഷേ ഇത് ലോകം മുഴുവനുമാണ് റെക്കർ ചെയ്യണത്. ആരെല്ലാം ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നോ, ആ ഉടമ്പടി സത്യസന്ധമായിട്ട് അനുഷ്ഠിക്കുന്നുണ്ടോ, അതിൽ ഉടനെ പ്രസൻസ് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അമ്മയെ കാണാൻ പറ്റും. എൻ്റെ അർത്ഥം എന്താണ്? വല്ലപ്പോഴും കൂടി അമ്മ സ്വപ്നത്തിലും ദർശനത്തിലും ചിലപ്പോൾ നേരെയും ഒക്കെ പാസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? എൻ്റെ മകളെ, എൻ്റെ മകനെ എന്ത് സംഭവിച്ചോട്ടെ, ധൈര്യമായിരിക്കും, ഞാനിവിടെ നിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട്, നീ മുന്നോട്ട് പോകാൻ പറയണതാ. നമുക്ക് ധൈര്യം തരണോണ്ടാണ് ഈ ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം. ഉടമ്പടി പോലെ ഇതുപോലെ ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം ജനകീയമായിട്ടുള്ള വേറെ ഒരു പദ്ധതിയില്ല. കാര്യം എല്ലാവരും പറയുന്നുണ്ട്, ക്രിസ്ത്യൻസും നോൺ ക്രിസ്ത്യൻസും എല്ലാവരും പറയുന്നുണ്ടതല്ല. അമ്മയെ കണ്ട കാര്യം അവൾ പറയും, വ്യത്യസ്തമായ രീതിയിൽ അവർ കാണുന്നതിന് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അതിന് ഉടമ്പടി ഫോർമുല അതിൽ 2 കാര്യങ്ങളുണ്ട്. അത് കറക്റ്റാണെങ്കിൽ പ്രസൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. എന്താ കാര്യം? അതെന്ന് പറയുന്നത് ലൂക്കാ സുവിശേഷം 7:5. ലൂക്കാ 7:5. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. യേശു അവരോടൊപ്പം പുറപ്പെട്ടു. പെട്ടില്ല. അതിനകത്തെ വചനം ഏതാണ്? യേശു പറഞ്ഞ് അവരോടൊപ്പം പുറപ്പെട്ടു. അതാണ് പ്രസൻസ് എന്ന് പറയണത്. ദൈവം പുറപ്പെട്ടു വന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നതിന് എന്ത് ചെയ്യണം? 2 കാര്യങ്ങൾ ചെയ്താൽ മതി. ലൂക്കാ 7:5 വർക്കൗട്ട് ചെയ്താൽ മതി. ഒരു ശതാധിപനാണ്, ഒരു നോൺ ക്രിസ്ത്യനാണ്, അത് നോൺ ജൂ ആണ്. അയാൾ ജൂ ഒന്നുമല്ല, യേശുവിൻ്റെ വംശത്തിലുമല്ല, സമുദായത്തിലുമല്ല, വിശ്വാസത്തിലുമല്ല. ആ ശതാധിപൻ വന്ന് യേശുവിനെ കാണണമെന്ന് പറയുമ്പോൾ യഹൂദ പ്രമാണികൾ അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. യഹൂദ പ്രമാണികൾ വന്നിട്ട് ഈ ശതാധിപൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2 കാര്യമാണ്. എന്താണ്?
ഒന്ന്, ഈ ശതാധിപൻ ആരാണ്? റോമക്കാരനാണ്. പക്ഷെ എന്താണ് അവനുള്ള ഗുണം? എന്താണ്? അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. പറഞ്ഞേ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? അവനൊരു സിനഗോഗ് നമുക്ക് വേണ്ടി പണിതു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കേട്ടപ്പോൾ ശരിയാണ് എന്നാ റിപ്പോർട്ട് കാണണ്ടെന്ന് ഈശോ പറഞ്ഞില്ല. അതിൻ്റെ കടലാസ് കാണണ്ടെന്ന് ഈശോ പറഞ്ഞില്ല. അതിൻ്റെ രേഖ കാണണമെന്ന് ഈശോ പറഞ്ഞില്ല. രേഖയൊക്കെ ഈശോയുടെ മനസ്സിലുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് അപ്പം തന്നെ ദൈവത്തിൻ്റെ മനസ്സിൽ രേഖയായിട്ട് മാറും. എന്നിട്ട് എന്താണ്? അവൻ അവരോടൊപ്പം പോയെന്നാണ് പറയണത്. ഉടമ്പടി നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ. ദൈവം നിങ്ങളുടെ കൂടെ വരാനുള്ള പ്രസൻസിൻ്റെ കാരണം ഒന്ന്, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അതാണ്, അത് ഉറപ്പ് വരുത്തണം. നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ സ്നേഹിക്കുന്ന കാര്യമല്ല പറയണത്. ദൈവത്തിൻ്റെ ജനത്തെ സ്നേഹിക്കണം. അതാരായാലും. അപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ഞാൻ ചോറ് കെട്ടി ഉച്ചയ്ക്ക് ചോറെടുക്കുമ്പോൾ ഒരമ്മ വഴിവെക്കിരിക്കുന്നുണ്ട്, ഞാൻ ഒരു ചോറ് അവർക്ക് കെട്ടിക്കൊണ്ട് പോകും. അതാണ് ജനത്തെ സ്നേഹിക്കണമെന്ന് പറയണത്. അല്ലാതെ നിങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെയ്താൽ ഉടമ്പടി ക്രാക്കാകത്തില്ല. ഇത് ജനകീയമായിട്ടുള്ള സംഭവമാണ്. ജനത്തെ സ്നേഹിക്കണം. ഇപ്പോൾ അവളെന്താ, മെർലിനെന്താ പറയണത്? എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഞാൻ തിരുസഭയെ സ്നേഹിക്കുന്നു. അതാണ് തിരുസഭയെ സ്നേഹിക്കണം എന്നാണ് പറയണത്. ഈ തിരുസഭയെ സ്നേഹിക്കുന്നു. പിന്നെ എന്താണ് അവൾ പറയണത്? അതായത് എനിക്ക് ഈ ഗർഭചിത്രമൊക്കെ സംഭവിക്കുമ്പോൾ ആ മാതാപിതാക്കന്മാരെ ഓർത്തിടും എനിക്ക് സങ്കടം വരും. അവർ പാപത്തിലായല്ലോ എന്ന്. പിന്നെ സങ്കടം വരും. ആ കുഞ്ഞുങ്ങൾ മരിച്ചു പോയല്ലോ, അവർക്ക് വിശ്വാസം സ്വീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, സങ്കടം വരും. അതാണ് ജനത്തെ സ്നേഹിക്കണം എന്ന് പറയണത്. ഈ ജനത്തെ സ്നേഹിച്ച് കഴിഞ്ഞാൽ പിന്നെന്താണ്? അവൻ നമുക്കൊരു സിനഗോഗ് പണി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സിനഗോഗ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥനാലയമാണ്, കർത്താവിൻ്റെ ആലയമാണ്. കർത്താവിൻ്റെ ആലയം ആരുടെ ഹൃദയത്തിൽ നിങ്ങൾ പണിയുന്നുവോ? ഇപ്പം നിങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു, പത്രം കൊടുത്തിട്ട് സംസാരിക്കുന്നു, മാതാവിനെക്കുറിച്ച് പറയുന്നു, വണ്ടിയിലിരുന്ന് വിമാനത്തിലിരുന്ന് പറയുന്നു, ട്രെയിനിലിരുന്ന് പറയുന്നു, ബസ്സിലിരുന്ന് പറയുന്നു, പള്ളിയിൽ പോകുമ്പോൾ പറയുന്നു, അപ്പോഴെല്ലാം നിങ്ങൾ സിനഗോഗ് പണിയുകയാണ് ചെയ്യണത്. ഒരു പ്രാർത്ഥനാലയം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പണിയുകയാണ് ചെയ്യണത്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ ഓർക്കണം. നിങ്ങളൊരു വ്യക്തിയോട് ഇയർ ടു ഇയർ മൗത്ത് മൗത്ത് എവഞ്ചലൈസേഷൻ നടത്തുമ്പോൾ ആക്ച്വലി വാട്ട് യു ആർ ഡൂയിങ്, നിങ്ങൾ എന്താ ചെയ്യണത്? നിങ്ങൾ അവിടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥനാലയം പണിയുകയാണ്. ആ ഹൃദയത്തിൽ പ്രാർത്ഥനാലയം പണിയുകയും ജനത്തെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? നെറ്റ് ഇഫക്റ്റ് എന്താണ്? യേശു അവരോടൊപ്പം പുറപ്പെട്ടു. പ്രസൻസാണ് പിന്നെ വരണത്, പ്രസൻസാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയണത് ഒരു കിട്ടാക്കനിയല്ല, ഒരു ബാലികയില മലയുമല്ലത്. അതെന്താ സംഭവം? അത് നീ ഉടമ്പടിയിലൂടെ ഉത്തരവാദിത്വമുള്ള ദൈവസ്നേഹം വ്യക്തികളെ, സഭയെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, സമൂഹത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, യേശുവിൻ്റെ പേരിലായിരിക്കണം സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതേസമയം തന്നെ നമ്മൾക്ക് ദൈവത്തിൻ്റെ പ്രസൻസിൽ നമ്മൾ ജീവിക്കും. പ്രസൻസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? നിങ്ങളായിരിക്കില്ല, നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങൾ വഴി സംസാരിക്കുന്നത്. 12 എടുത്ത് ശ്രുതികട. ഹല്ലേലൂയ. ലൂക്ക 12. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 12. എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അതായത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടത് എന്താണ്, പറയേണ്ടത് എന്താണ്, ചെയ്യേണ്ടത് എന്താണ്, എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത്, എല്ലാം ഗിവണാണ്. അതാണ് നിങ്ങൾ നടക്കേണ്ട വഴി. നിങ്ങളുടെ മുഖത്ത് നോക്കി ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 32:8 സങ്കീർത്തനം. ശ്രുതികട. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അപ്പോഴേ ദൈവമായിട്ട് നമ്മൾ സിങ്കായി കഴിഞ്ഞാലേ പിന്നെന്ത് പറ്റും? പ്രസൻസ് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം ദൈവം ഉണ്ടാവും. സങ്കീർത്തനം 32:8 വർക്ക് ചെയ്യും. നിൻ്റെ മുഖത്ത് നോക്കിയാൽ നിന്നെ ഉപദേശിക്കും, നടക്കേണ്ട വഴിയാണെന്നും പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ഈ MSCക്ക് തോക്കുമെന്നൊക്കെ മനസ്സിലായി. അവളത് പഠനം അത്രയ്ക്ക് ശരിയാണില്ല.
പപ്പയുടെ ഉടമ്പടിയിലാണ് ഇപ്പോൾ അവളെ ജീവിക്കണത്, മെർലിൻ ജീവിക്കണത്. പപ്പയുടെ ഉടമ്പടിയിലാണ് ജീവിക്കണത്. അപ്പോൾ അമ്മ പറഞ്ഞു, എടി ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവിടെ ഉടമ്പടി എടുക്കാമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നില്ല, നിനക്ക് പോയി നിൻ്റെ ഉടമ്പടി എടുക്കാൻ പാടില്ലേ? അപ്പം നോക്കിയാൽ അവൾ നോക്കിയപ്പോൾ ശരിയാണ്, ഈ ഉടമ്പടി MSc ക്രാക്ക് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ എന്നാലും ഇനി ഞാൻ ഉടമ്പടി എടുത്തിട്ട് എംപവർ ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ അവൾ MSc അവളെ പറഞ്ഞ് എനിക്കൊരു മിനിമം എനിക്ക് മാർക്ക് കിട്ടി ജയിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അവൾ നിയോഗം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അവളുടെ ചരിത്രം പ്രീഹിസ്റ്ററി അമ്മയ്ക്ക് അറിയാമല്ലോ. നിയോഗം എഴുതിക്കൊണ്ടിരിക്കണം, MScക്ക് ജയിക്കണം, അതാണ് നിയോഗം. ഉടനെ അമ്മ അവൾ നടക്കേണ്ട വഴി അവളുടെ മുഖത്ത് നോക്കി പറയണം, എടി അവിടെ 3ാം റാങ്ക് എഴുതാൻ പറയും. നിങ്ങൾ സാക്ഷ്യം നമ്മൾ ഞെട്ടിപ്പോയി സംഭവം. നിയോഗം എഴുതിക്കൊണ്ടിരിക്കാൻ പറയാം, നീ 3ാം റാങ്ക് നീ ജയിക്കണമെന്നല്ല, നീ 3ാം റാങ്ക് എഴുതാൻ പറയും. അവൾ ഉടനെ ഇവിടെ എഴുതി വെച്ച് 3ാം റാങ്ക് എഴുതി വെക്കും. സ്വപ്നം പോലും കാണാമ്പോൾ സാധനം. റിസൾട്ട് വന്നപ്പോൾ MScക്ക് 3ാം റാങ്ക് പോരെ. അവിടെ റിസൾട്ട് വന്നപ്പോൾ MScക്ക് 3ാം റാങ്ക്. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. പ്രസൻസാണ്. എന്താ കാര്യം? അവർ ദൈവത്തെ സ്നേഹിക്കുന്നു, അവർ സ്നേഹമൊക്കെ പണിയുന്നു. അവിടെ ജോലി ദൈവത്തിൻ്റെ ജോലിയാണ്. ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ ജോലി ആര് ചെയ്യും? ദൈവം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു, ഈ സാക്ഷ്യം കണ്ടായി ഒരു MSc സ്റ്റുഡൻസിനെ അവൾക്ക് തോക്കുമെന്ന് കണ്ടിട്ട് അവളുടെ കയ്യിൽ നിന്ന് പോയെന്ന് കണ്ടപ്പോൾ അവൾ നിയോഗം എഴുതാൻ വേണ്ടി വന്നപ്പോൾ ജയിക്കണേ വല്ലപാടൊന്നും ജയിച്ചു കിട്ടണേ അമ്മയെന്ന് എഴുതുമ്പോൾ അമ്മ നേരിട്ട് ഇടപെട്ട് പറഞ്ഞു അവിടെ 3ാം റാങ്കെന്ന് എഴുതി വെക്കാൻ പറയും. ഉടനെ ഇവിടെ 3ാം റാങ്കെന്ന് എഴുതി വെക്കും. അത് വെറുതെ എഴുതണം, ആകാശത്ത് എഴുതണതാണ്. പക്ഷേ പിന്നെ പേപ്പർ നോക്കണതും ക്വസ്റ്റ്യൻ ഇടണതൊക്കെ എല്ലാം വേറെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ചേഞ്ച് ചെയ്ത് എന്നിട്ടെന്താ ചെയ്യണത്? റിസൾട്ട് വരുമ്പോൾ 3ാം റാങ്കാണ്. അവൾ അപ്പം തന്നെ ഇടവക ദേവാലയത്തിൽ പോയി വെറുതെ കരഞ്ഞുകൊണ്ടിരുന്നു. ദൈവം എന്ന് പറയണത് ഇതുപോലെയാണ് അവസ്ഥയാണ്. നിങ്ങളിപ്പോഴും വരണ ഒരു ടേസ്റ്റിംഗ് പീരീഡിലാണ് കിടക്കണത്. നിങ്ങൾ പലരും ടേസ്റ്റ് ചെയ്ത്, ഇപ്പം നമ്മൾ അലുവയൊക്കെ വാങ്ങിക്കാൻ നേരത്ത് അലുവക്കാരൻ ഒരു വെട്ടിയിട്ടൊരു കഷ്ണം തരത്തില്ല, തിന്ന് നോക്കാൻ പറയല്ലേ. അവരെ കൊണ്ട് നമ്മളവിടെ നിന്നിട്ട് തീറ്റിക്കും. ചില പാർട്ടിക്ക് ഒരു സ്വഭാവമുണ്ട്, ഈ അലുവ എല്ലാ കടയിലും പോകും, ടേസ്റ്റ് എടുക്കും, അവൻ നിന്നിട്ട് വയറ് നിറച്ച് വീട്ടിൽ പോകും. അങ്ങനെയുള്ള ടേസ്റ്റ് തൊഴിലാളിയുണ്ട്. വെച്ച് കഴിഞ്ഞാൽ എല്ലാ അലുവ കടയിലും ചെല്ലുമ്പോൾ, ബേക്കറി കടയിൽ ചെല്ലുമ്പോൾ, പെരുന്നാൾ കടല ഉത്സവത്തിൽ ചെല്ലുമ്പോൾ അവരെന്ത് ചെയ്യും? ആ ഉടമ്പടി അലുവ പല കളറിലിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ഒരാളെ ചെറിയ വെട്ടി കൊടുത്ത് കഴിച്ചോ, ഇതാണ് അടിപൊളിയാണ്, കോഴിക്കോടനാണെന്നൊക്കെ പറയും. ഉടനെ ഇവൻ അവിടെ നിന്ന് കഴിക്കും. അപ്പോൾ വരാതെ ഞാൻ പോയിട്ട് അടുത്ത അലുവ കടയിൽ പോകും. ഇവിടുന്ന് കൃപാസനത്തിന് പോയിട്ട് കലൂർ അന്തോണിസിൻ്റെ അടുത്ത് പോയി ടേസ്റ്റ് എടുക്കും. അവിടുന്ന് പോയിട്ട് വേറെ അവിടെ ധ്യാനകേന്ദ്രത്തിൽ പോകും. ഇങ്ങനെ ടേസ്റ്റ് തൊഴിലാളിയുണ്ട്. ടേസ്റ്റ് തൊഴിലാളി ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല. ഉടമ്പടി ടേസ്റ്റ് ചെയ്യാനുള്ളതല്ല, ഉടമ്പടി ജീവിക്കാനുള്ളതാണ്. മര്യാദക്ക് അത് കാശ് മുടക്കിയ സംഭവം വാങ്ങിക്കണം, അല്ലാതെ കണ്ടവൻ്റെ ഓശാരത്തിൽ നിന്ന് ടേസ്റ്റ് അടിച്ച് വയറ് നടക്കാൻ നോക്കരുത്. കാര്യം പറഞ്ഞപ്പോൾ എല്ലാം മനസ്സിലായില്ല നിങ്ങൾക്ക്. പല ആൾക്കാരും ഉടമ്പടി ടേസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് അവർ ഇങ്ങനെ തൊത്തിയും മുടന്തിയും മുക്കിയും മുളിയൊക്കെ ഈ 90 ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചെടുക്കും. അപ്പം അങ്ങനെ അവസാനിപ്പിക്കുന്ന കൊണ്ട് തന്നെയാണ് ദൈവം ഈ വിഷയം ആദ്യമേ തന്നെ നിങ്ങൾ ഇവിടെ കൃപാസനത്തിൽ ചവിട്ടുമ്പോൾ തന്നെ അറിയാം പെരിച്ചാഴി വന്നിട്ടുണ്ട്, ഒരു കഥയുമില്ല. ദൈവത്തിന് അറിയാം. എന്താ കാര്യം? സംഭവം നടക്കത്തില്ല. ദൈവത്തിന് പണി കൊടുക്കാൻ വന്നിരിക്കുകയാണ്. ദൈവം ഒരു അടയാളം കാണിക്കാമെന്ന് നോക്കണ്ട, എന്നിട്ട് ഞാനിങ്ങനെ ഉടുത്ത് കെട്ടി ഇറങ്ങാം. നീ ഉടുത്ത് ഇറക്കിയിട്ട് ദൈവത്തെ എന്ത് ചെയ്യാം? ഒന്നും ചെയ്യാനില്ല. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കണ്ണും പൊട്ടി ഇങ്ങനെയുള്ളവരോട് ദൈവം ചെയ്തറിയുക, അഡ്വാൻസ് അല്ല, പറ്റിക്കുമെന്ന് കണ്ടാൽ ഫുൾ എമൗണ്ട് മേടിക്കും. നമുക്ക് വിശ്വാസമുള്ള ആൾക്കാർക്ക് ഒന്ന് അഡ്വാൻസ് വാങ്ങിച്ചാൽ മതി. ചിലരോട് പറയും അഡ്വാൻസ് ഒന്നും വേണ്ട, ഫുൾ എമൗണ്ട് തരും, ഒറ്റ പ്രമാണം. നിങ്ങൾ ഇട്ടച്ച് പോയി. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റുകാർ ചില ആൾക്കാർ പറമ്പ് മേടിക്കാൻ ചെല്ലുമ്പോൾ ആൾക്കാരെന്താ പറയണത്? ഒറ്റ പ്രമാണം, ഒറ്റ വില, ഒറ്റ പ്രമാണം, അഡ്വാൻസ് ഇല്ലെന്ന് പറയും. എന്താ അറിയാമോ? ഇവൻ നമ്മുടെ മരക്കച്ചവടക്കാരൻ കണ്ടിട്ടില്ലേ? ചില ഉടമ്പടിയിലുണ്ട് ഈ മരക്കച്ചവടക്കാരൻ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ ആഞ്ഞിൽ കാണും, അല്ലെങ്കിൽ തേക്ക് കാണും, വീട്ടിൽ വന്ന് എത്ര രൂപ കൊടുക്കും? അപ്പോൾ നമ്മൾ പറയും അതൊരു 25,000 പറഞ്ഞിട്ട് പോയതാണ്. ആണോ? 25,000 പറഞ്ഞിട്ട് പോയതാണെന്ന് പറയും. അപ്പോൾ ഉടനെ പറയും ഓക്കെ, ആ വിലക്ക് എടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയും. അപ്പോൾ അത് ഒറ്റയ്ക്കല്ല, പിന്നെ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്നാൽ പിന്നെ 26 പറയും. 26 കൊടുത്തിട്ട് ഉടനെ ഇവർ സമ്മതിക്കും. അപ്പോൾ അവർക്ക് എടുക്കാൻ പോകണം, വീട്ടുകാർക്ക് ഇഷ്ടമാണ്. കാരണം 25,000 രൂപയല്ലേ പറഞ്ഞത്, ഇപ്പോൾ 26 പറഞ്ഞല്ല. ശരി എന്നാൽ 1000 രൂപ അഡ്വാൻസ് തന്നിട്ട് ഇവനെ കാണത്തില്ല. പിന്നെ അവൻ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ? അവൻ ഈ നമ്മുടെ പറമ്പിൽ നിർത്തിയിട്ട് നമ്മുടെ വെള്ളം കൊണ്ട് നമ്മുടെ വളം കൊണ്ട് ഈ തേക്കിനെ അവൻ 5 കൊല്ലം നിർത്തി വളർത്തും. പോരെ പരിപാടി.
ഇവൻ വെട്ടിക്കൊണ്ട് പോകത്തില്ല. ഇവൻ വെട്ടിക്കൊണ്ട് പോകാതെ വെട്ടാവേ ഇപ്പോൾ വരാം, നിങ്ങൾക്ക് 2 റോഡ് വേണം, അവിടെ വീണ്ടും കൊണ്ടുവന്ന് 2 റോഡ് തരും. അപ്പോൾ അഡ്വാൻസ്, അതും അഡ്വാൻസാണ്. പിന്നെയും 2 കൊല്ലം നിർത്തും. അവൻ നിർത്തി 10 കൊല്ലം കഴിയുമ്പോൾ തേക്ക് വെട്ടത്തുള്ളൂ. എന്താ കാര്യം? അത്രയും നാൾ തേക്ക് നമ്മുടെ മുതുകത്ത് നിർത്തിയിട്ട് അത് വളർത്തും അവൻ. ഉടമ്പടി ചില ആൾക്കാർ ദൈവത്തിന് പണി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഉടമ്പടി എടുത്തിട്ട് പിന്നെ ഈ ആൾക്കാർ മഷോട്ടേക്ക് കാണത്തില്ല, പിന്നെ ഉടമ്പടി ജീവിതമില്ല. ഞാൻ ചോദിച്ചു, ചേച്ചി ഉടമ്പടി എടുത്തിട്ട് പിന്നെ ചേച്ചി എന്ത് ചെയ്ത്? അല്ല, ഞാൻ മകൾക്കൊരു അസുഖമായെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയതാണ്, പിന്നെ തിരിച്ചു വന്നപ്പോൾ തിരികെ കാണാനില്ലെന്ന്. അത്രയും ബോധമില്ലാത്ത കന്നുകാലികൾ ഉടമ്പടി എടുക്കുന്നുണ്ട്. അവരെന്തോ ആ ഉടമ്പടി എടുത്തിട്ട് ആ തിരികെ കൊണ്ട് വെച്ചിട്ട് മകളെന്തോ അസുഖമായിട്ട് അങ്ങോട്ട് പോയതിനു ശേഷം പിന്നെ വേറെ എന്ത് വീട്ടിൽ പോയി കറങ്ങി തിരിഞ്ഞ് ഒടിഞ്ഞു മടങ്ങി വന്നപ്പോൾ പിന്നെ തിരികെ കാണാനില്ല. ഇങ്ങനെയുള്ള ആൾക്കാരാണ് അഡ്വാൻസ് തൊഴിലാളികളോട് ഉടമ്പടി. നിങ്ങൾ അതുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തിന് പണി കൊടുത്തുകൊണ്ട് ഉടമ്പടി എടുക്കരുത്. തിരിച്ച് പണി വന്ന് താങ്ങത്തില്ല. മര്യാദയ്ക്ക് വൃത്തി മെനവായിട്ട് ദൈവസ്നേഹത്തോടെ ഉടമ്പടിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്ത് സത്യസന്ധമായി സുവിശേഷവിഹിതമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ. എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ്. അതിൻ്റെ ഒരു മെർലിൻ വേർഷനാണ് ഈ പറയണത്. മെർലിൻ്റെ ഒരു വേർഷൻ ജീവിതാനുഭവങ്ങളാണ്. ഏറ്റവും അവസാനം അവൾ പറഞ്ഞത്, എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ, 3 പ്രാവശ്യം അവൾ പറയുന്നുണ്ട്, എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓരോ ഉത്തരം പറയും. അപ്പോൾ അവൾ അവസാനം പറഞ്ഞ ഉത്തരം, ഞാൻ പറയും ബലം പ്രാപിക്കാനാണ് ഉടമ്പടി എടുക്കണമെന്ന്, ബലം വെക്കാനാണ് ഉടമ്പടി എടുക്കണമെന്ന്. അത് കറക്റ്റാണ്, ആ ഉത്തരം കറക്റ്റാണ്. എന്നിട്ട് അവൾ പറയും, എന്തിനാണ് ഉടമ്പടി എടുക്കണത്? അത് നിനക്ക് എൻ്റെ കൃപ മതി എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. കൃപയ്ക്ക് വേണ്ടി ഉടമ്പടി എടുക്കണമെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഉടമ്പടി ധ്യാനമെല്ലാം അവൾ കൂടുന്നുണ്ട്. ശരിക്കും ഉടമ്പടി ധ്യാനം ഒരു വലിയ സാക്ഷരതയാണല്ലോ ശരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഉടമ്പടി എടുക്കണത്? ബലം പ്രാപിക്കാൻ. എങ്ങനെയാണ് ബലം പ്രാപിക്കണത്? ബലം പ്രാപിക്കുന്നതിനുള്ള ഒരു ഫോർമുല എന്താണ്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. ഇപ്പോൾ 2 കൊരിന്ത്യസ് ഇല്ലേ 12:9, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. 2 കൊരിന്ത്യസ് 12:9. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പൊ ഈ ശക്തി എന്ന് പറയുന്നത് ബലം, അതാണ് സംഭവം. അപ്പം അത് ബലം എന്താണ്? കൃപയാണ് ബലം. ബൈബിളിൽ ബലമെന്ന് പറയണത് ഹോർലിക്സും ബൂസ്റ്റും അല്ല, അത് ഭൗതികമായിട്ടുള്ള ബലങ്ങളാണ്. ആത്മീയ ബലമാണ് കൃപയെന്ന് പറയണത്. ദൈവത്തിൻ്റെ വരപ്രസാദത്തിനാണ് കൃപയെന്ന് പറയണത്. അപ്പോൾ നമ്മളെപ്പോഴും നോക്കുന്നത് ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയും. ദൈവവരപ്രസാദം നേടിയെടുക്കാനുള്ള ഒത്തിരിയേറെ സൊല്യൂഷൻസും ഫോർമുലയുമാണ് ഉടമ്പടിയിലുള്ളത്. ദൈവത്തിൻ്റെ വരപ്രസാദമാണ്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. 12 വായിച്ച് 12:18 മത്തായിയുടെ സുവിശേഷം. മത്തായി 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. പറഞ്ഞ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവന്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അപ്പോൾ അതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഇതാണ്, അതായത് നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രസാദിക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ആളായിട്ട് നമ്മൾ മാറണത്. ഉടമ്പടി നിങ്ങളെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളാക്കും, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനാക്കും. എങ്ങനെയാണ് ചെയ്യണത്? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. ദൈവത്താൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടണം. ദൈവത്താൽ നമ്മളെ തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി, ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ വേണ്ടി ഒത്തിരി ആർജിത കൃപകളുടെ സമവാക്യങ്ങൾ ഉടമ്പടിയിലുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ സക്രമെൻ്റ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഗ്രേസാണ്. സ്റ്റാറ്റിക് ഗ്രേസ് എല്ലാവർക്കും കിട്ടും. നമുക്ക്
ഇപ്പം വിവാഹം ഒരു സ്റ്റാറ്റിക് ഗ്രേസാണ്, പട്ടം ഒരു സ്റ്റാറ്റിക് ഗ്രേസാണ്, സാക്രമെൻ്റ് ഗ്രേസാണ്. ഈ സാക്രമെൻ്റിലെ ഗ്രേസിനൊരു പ്രശ്നം, സാക്രമെൻ്റ് ഗ്രേസ് നമുക്ക് തരണതിൻ്റെ ഉദ്ദേശം അടിസ്ഥാന സാക്ഷരതയാണ് അതിൻ്റെ അകത്ത്. അത് നമ്മൾ ഓരോരോ സാഹചര്യം വരുമ്പോൾ സാക്രമെൻ്റ് ഗ്രേസ് നമ്മൾ ഉജ്ജ്വലിപ്പിച്ചെടുക്കണം. ഉടമ്പടി സാക്രമെൻ്റ് ഗ്രേസിനെ ഉജ്ജ്വലിപ്പിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവ സംസർഗത്തിലൂടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വരപ്രസാദം ലഭിക്കാൻ പറ്റുന്ന ഒരു മെലിവിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ 2 വചനങ്ങൾ എപ്പോഴും പറയണത് നമ്മൾ ഗ്രോ ചെയ്യണം. 2 തിമോത്തി 1:6 എടുത്ത് എന്റെ കൈവെപ്പിലൂടെ പറഞ്ഞ എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ഇങ്ങനെ എപ്പോഴും ഒരു അനുസ്മരണം നടന്നുകൊണ്ടിരിക്കണം. അതിനാണ് ഞങ്ങൾക്ക് വാർഷിക ധ്യാനമൊക്കെ ഉള്ളത്, മാസാന്ത്യ ധ്യാനമൊക്കെ ഉണ്ടാവും. അതിനകത്ത് നീ വീണ്ടും അനുസ്മരിപ്പിക്കുകയാണ്. പത്രോസ് പറയണം, ഈ വീണ്ടും അനുസ്മരണത്തെക്കുറിച്ച് പത്രോസ് പറയുന്നുണ്ട്. ഈ അനുസ്മരിപ്പിക്കുന്ന സമയത്ത് എന്താണ് അനുസ്മരിപ്പിക്കണത്? അല്ല, പാമ്പ് പിടിക്കാനും അങ്ങനെ ഓരോ സാങ്കേതിക മേഖലയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വന്നിട്ട് ഒന്നും ചെയ്യാനില്ല. അവിടെ അനുസ്മരിപ്പിക്കേണ്ട കാര്യം എന്ന് പറയണത് ഈ കൈവെപ്പിലൂടെ ലഭിച്ച ദൈവിക വരം ഉജ്ജ്വലിപ്പിക്കണം. അതാണ് അനുസ്മരിപ്പിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ എന്താണ് അനുസ്മരിപ്പിക്കേണ്ടത്? എന്താണ്? എൻ്റെ കൈവെപ്പിലൂടെ പറഞ്ഞ് എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം. അതാ പ്രശ്നം. ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്കിൽഫുൾ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലാതെ സൈക്കോളജി പോയി പഠിച്ചിട്ട് കൗൺസിലിംഗ് കൊണ്ടുവന്ന് ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. അത് വരത്തിലാണ് ഇരിക്കണത്. ഇവിടെ സഭയെ ശുശ്രൂഷിക്കാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൈവെപ്പിലൂടെ പറഞ്ഞ് എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ചിട്ടുള്ള ദൈവിക വരത്തെ ഉജ്ജ്വലിപ്പിക്കണം. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കൃപ നിൽക്കുന്ന വരത്തിൻ്റെ അടയാളത്തിലാണ്. ഗ്രേസാണ്, കൃപയാണത്. ഈ കൃപയെ നമ്മൾ ലഭിക്കാൻ വേണ്ടിയുള്ള എൻട്രൻസ് ആയിട്ടാണ്, അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് നമ്മൾ ഒരു കൂദാശ സ്വീകരിക്കണത്. ഇപ്പം കൂദാശ സ്വീകരിക്കുമ്പോൾ ആ കൂദാശയുടെ കൃപയുടെ സംരക്ഷണം നമുക്ക് ലഭിക്കും. പക്ഷെ കൂദാശയുടെ സംരക്ഷണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ സംരക്ഷണ മേഖല റേഞ്ചുള്ള സ്ഥലത്ത് തന്നെ നീ നിൽക്കണം. അല്ല, ഒരു ജീവിത പങ്കാളി ഉള്ളപ്പോൾ വേറെ ജീവിത പങ്കാളിനെ തോണ്ടാനും നോക്കാനും പഴയ പ്രേമങ്ങളൊക്കെ കുത്തി ഉണർത്താനും അവിടെ ചെന്നിട്ട് അവരെ വിളിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഈ കൃപാവരം നിനക്ക് നഷ്ടപ്പെടും. പലരും ആൾക്കാരെ വന്നിട്ട് വിവാഹം കഴിക്കണത് ദൈവത്തെ വഞ്ചിക്കാൻ വേണ്ടി കച്ചകെട്ടി എടുത്ത് ഇറങ്ങിയിരിക്കുക. ഈ വഞ്ചന എവിടെ കൊണ്ടേ അവസാനിപ്പിക്കും നമ്മൾ? ഞാൻ മാതാവിനെ നേരിട്ട് കണ്ട ആളാണ്. അതുകൊണ്ട് ഒരു പെലിച്ചായും രക്ഷപ്പെടുത്തുന്നത് എനിക്കറിയാം. കാര്യം ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ ഇല്ല, ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കണില്ല. അതുകൊണ്ടാണ് പഴയ പ്രേമത്തിന് അത് തേച്ചിട്ട് വന്നിട്ട് പുതിയ ആളെ കല്യാണം കഴിച്ചിട്ട് ഒന്ന് പെറ്റ് കഴിയുമ്പോൾ പിന്നെ പഴയ ആൾക്കാർ മൊബൈലിൽ വിളിക്കണ കാര്യം എന്താ? അവരാവശ്യമില്ലാത്ത അവരുടെ സ്ഥലത്ത് സെമിനാറിന് പോവുക, അവരുടെ സ്ഥലത്തേക്ക്, അവരുടെ രാജ്യത്തേക്ക് ഒരു എന്തെങ്കിലും സ്റ്റഡി ടൂറും പറഞ്ഞ് പോവുക, പിന്നെ അവരുമായിട്ട് വെക്കേഷൻ കറങ്ങി നടക്കുക, എന്നിട്ട് ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂദാശ ബലം നമ്മൾ ദൈവത്തെ പറ്റിക്കണം. അതുകൊണ്ടാണ് അത് ഉത്തരവാദിത്തമുള്ളതാണ് കൂദാശ ജീവിതം എന്ന് പറയുന്നത്. അല്ല, ആർക്കും തോന്നിയ മാസം പോലെ എങ്ങനെയും ജീവിക്കാൻ പറ്റത്തില്ല. കർത്താവിനറിയാം ഇതിൻ്റെ അകത്ത് ഫ്രോഡ് ഉണ്ടാകും. 90 പേര് 100 പേര് ഇതിൻ്റെ അകത്ത് വന്നാൽ അത് 80 ഫ്രോഡാകുമെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, പിതാവ് നിങ്ങൾക്ക് രാജ്യം കൽപ്പിച്ച് നൽകാൻ തരുമോ. അല്ലാത്തവനൊക്കെ ഇവിടെ കിടന്ന് ജീവിക്കട്ടെ, പട്ടി ചാണപടി ചത്തുപോവുകയും ചെയ്യും. ചെറിയ അജഗണമാണ് എപ്പോഴും കൃപയിൽ നിൽക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയിലുള്ളവർ ഉത്തരവാദിത്തപൂർവമായ കൗദാശ ജീവിതത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഫാൻ ആൻഡ് ഫ്ലെയിംസ് എൻ്റെ കൈവെപ്പിലൂടെ പറഞ്ഞേ എന്റെ കൈവെപ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉടമ്പടി ചെയ്യണത് അതാണ്. നിന്റെ ജ്ഞാനസ്ഥാനത്തിലൂടെ ആയാലും നീ വിശ്വാസം സ്വീകരിച്ച ഒരു അവസ്ഥ, അതിനിപ്പോൾ ഒരു പ്രത്യേകമായ രീതി, നീ യേശുക്രിസ്തുവിൻ്റെ രക്ഷകനായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ തന്നെ നിൻ്റെ ആത്മരക്ഷയ്ക്ക് അച്ചാരമായി. അത് വിശ്വാസം മൂലമുള്ള നിൻ്റെ ജ്ഞാനസ്ഥാനമാണത്. പക്ഷേ അത് നീ എന്ത് ചെയ്യണം?
അതൊരു കുടമ്പടിക്കാലം കഴിയുമ്പോൾ പിന്നെയും പണ്ടേ പട്ടിച്ചുണ്ടെങ്കിൽ ഒരു പറഞ്ഞ പോലെ പോരുത്. ആ കൃപയിൽ നിലനിൽക്കണം. അത് വീണ്ടും ഉജ്ജ്വലിപ്പിച്ച്, അത് പ്രോസസ് ആൻഡ് പ്രക്രിയയാണത്. വീണ്ടും ഉജ്ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങനെക്ക് വിശ്വാസം നൽകി വഴി നൽകിയിട്ടുള്ള വരങ്ങളെ ഉജ്ജ്വലിപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. വിശ്വാസ ജീവിതത്തില് എന്നെ ബലപ്പെടുത്തണമേ. വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്താൻ വേണ്ടി ലോകത്തിന്റെ ആൾക്കാരെ വൈറ്റാമിൻസാണ് കൊടുക്കണത്, അല്ലേ? നമ്മൾ ഡോക്ടറിനൊക്കെ ചെല്ലുമ്പോൾ ഒരു ചുമയും കൊരയൊക്കെ വന്ന് ന്യൂമോണിയ പനിയൊക്കെ വന്ന് പോകുമ്പോൾ ആശുപത്രി കിടന്നിട്ട് പോകുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? അങ്ങേർക്ക് ലഭിച്ചിരിക്കുന്ന കുറച്ച് ടോണിക്സ് നമുക്ക് തരും ഫ്രീ ആയിട്ട്. എന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇത് 2 സ്പൂൺ വെച്ച് കഴിച്ചിട്ട് നിങ്ങൾ ഒരു നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ പറയും. അത് ശാരീരികമായ ആരോഗ്യമാണ്. നഷ്ടപ്പെട്ട ആത്മീയ ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിന് ഉള്ള ടോണിക്ക് വേറെയാണ്. അതിന് ബലം പ്രാപിക്കാനുള്ള ടോണിക്ക് വരും. ഇപ്പം മെർലിൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ അമ്മുമ്മയും ഞാനുമായിട്ട് ഭയങ്കര സ്റ്റണ്ടാണ് വീട്ടിലെ. അമ്മുമ്മയും ഞാനും ഭയങ്കര ഇവർ തമ്മിൽ ഭയങ്കര ഏജ് ഗ്യാപ്പാണ്. ഇപ്പം ഞാനും അപ്പോച്ചനൊക്കെ ആയിട്ട് ഭയങ്കര ഏജ് ഗ്യാപ്പല്ലേ. ഞാൻ സിസ്റ്റർ കിടക്കുമ്പോൾ അപ്പോച്ചൻ ജനിച്ചിട്ടില്ല. അപ്പം അത്രയും ഏജ് ഗ്യാപ്പുണ്ട്. ഏജ് ഗ്യാപ്പ് എപ്പോഴും ഒരു സഫറിങ്ങിൻ്റെ വിഷയമാണ്. അപ്പം അമ്മുമ്മ പറയണത് ഒന്നും മെർലിന് മനസ്സിലാകത്തില്ല. അമ്മുമ്മ പറയണത് ഒന്നും മനസ്സിലാകത്തില്ല. അമ്മുമ്മയും മെർലിനുമായിട്ട് ഇടിയാണ്. എന്നിട്ട് നടുക്ക് നിൽക്കണം അമ്മ നിന്ന് ചുറ്റിത്തിരിയാണ്. ഇപ്പം മെർലിൻ കവനൻ്റെ എടുത്ത് കഴിഞ്ഞപ്പോൾ എന്നാ പറയണത്? അമ്മുമ്മ എന്ത് പറഞ്ഞാലും അമ്മുമ്മയെ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുകയേ ഉള്ളൂ. എപ്പോഴും എനിക്കെതിരെയാണ് അമ്മമ്മ സംസാരിക്കണത്. അല്ലാതെ ആ വായി നല്ലതൊന്നും വരത്തില്ല. പക്ഷേ ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ അമ്മമ്മയെ ഉൾക്കൊള്ളാൻ തീരുമാനിച്ചെന്ന്. ഇതാണ് വിഷയം. അതെന്ന് വെച്ചാൽ അമ്മമ്മയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഉൾക്കൊള്ളാനും. ഇപ്പോൾ അപ്പനും പറഞ്ഞു, ഞാനും മെർലിൻ കൂടിയാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അമ്മയെന്നാണ് അയാൾ പറയണത്, അമ്മുമ്മയെന്നാണ് ഇവൾ പറയണത്. അവരുടെ കാര്യമൊക്കെ നോക്കണത് ഞാൻ അച്ഛനും കൂടിയാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവരെ അതിലൂടെ ബലപ്പെടുകയാണ് ചെയ്യണത്. നമ്മൾ ആത്മീയ ബലം ആ രീതിയിൽ വരണതാണ്. നമ്മുടെ സഹനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ ബലക്കുറവുകൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുക്കുന്ന വഴിയാണ് നമ്മൾ ബലം പ്രാപിക്കുന്നത്. അതാണ് കൊളോസ്യസ് 1:11 എടുത്ത്. കൊളോസ്യസ് 1:11 സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും എങ്ങനെയുണ്ട് വരകണ്ട കേട്ടില്ലേ? സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. എന്തിനാ ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലം പ്രാപിക്കാനാണ് എടുക്കണത്. ഉടമ്പടി എടുക്കണത് ബലം പ്രാപിക്കാനാണെങ്കിൽ ആ ബലം പ്രാപിക്കുന്നതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പ്രക്രിയയിൽ സഹനമുണ്ട്, ക്ഷമയും ഉണ്ട്. മനസ്സിലായില്ലേ? കുടുംബത്തിലുള്ള വിഷയങ്ങളുടെ മേലെ ഒരു സഹനവും ക്രിസ്തുവിൻ്റെ നാമത്തെ സ്നേഹത്തെ പ്രതി എടുക്കണം. പിന്നെന്താണ്? ഒരു ക്ഷമയുമുണ്ട്. ക്ഷമ എന്ന് പറയുന്നത് എന്താണ്? സഹനത്തിൻ്റെ ദീർഘക്ഷമ. സഹനം റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് ക്ഷമയെന്ന് പറയുന്നത്. ഇത് ആരുടെ പേരിലാണ്? ക്രിസ്തുവിൻ്റെ പേരിലാണ് എടുക്കുന്നത്. ഉടമ്പടി ഒരു ജീവിതമാണ്. അത് ഏറ്റവും കൂടുതലുള്ളത് അമ്മയ്ക്കാണ്. ക്രിസ്തു വരെ അമ്മയെ ഡിസോൺ ചെയ്യും. എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാലത്ത് വേപതനായിരിക്കേണ്ടവനാണ്, നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മ സഹനത്തോടെ ക്ഷമയോടെ ഹൃദയത്തിൽ സംഗ്രഹിക്കും, ബലം പ്രാപിക്കും. ദൈവത്തിൽ നിന്നുള്ള ഉടമ്പടിയുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം താമസിച്ചാൽ പോലും ആ സഹനവും ക്ഷമയും നിങ്ങളെ ദൈവത്തിലുള്ള ബന്ധത്തിൽ ബലം പ്രാപിപ്പിക്കണം. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും വീണ്ടും സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. ശ്രുതികട്ടെ ഹല്ലേലൂയ. കൈയടിച്ചോണ്ട്. വിസ ഒത്തുവരാത്തവർ, PR കിട്ടാത്തവർ, തിരിച്ചു പോരാൻ ഉദ്ദേശിക്കുന്നവർ, കയറിപ്പോകാൻ ഉദ്യമിക്കുന്നവർ, ഇൻ്റർവ്യൂ ഉള്ളവർ, ടെസ്റ്റ് ഉള്ളവർ, PSC പോലുള്ള ടെസ്റ്റുകൾക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റാങ്ക് ലിസ്റ്റ് ഉള്ളവർ, അപ്പോയിൻമെൻറ്റ് പ്രതീക്ഷിക്കുന്നവർ, ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ, സാമ്പത്തിക കടമുള്ളവർ, സ്വത്ത് വിൽക്കാൻ പോകുന്നവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ,
കല്യാണം വിടുവിക്കാൻ പോകുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് ദുർനടപ്പുള്ളവർ, തെറ്റായ പ്രണയത്തിൽ പെട്ടുപോയവർ, കുടുംബത്തിൽ സമാധാനമില്ലാതെ കേസിലായവർ, പോസ്കോ പോലുള്ള കേസിൽ ചെന്ന് കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവർ, മറ്റു തരത്തിലുള്ള കേസ് അകപ്പെട്ടിരിക്കുന്നവർ, എല്ലാവരുടെ മേഖലകളിലും കർത്താവിൻ്റെ കൃപ, വരുമാനത്തിൻ്റെ മാർഗങ്ങൾ, കർത്താവ് ഇടപെടാനുള്ള ഡേറ്റുകൾ എല്ലാം നിശ്ചയിച്ചിട്ടുള്ളവർ, അവിടെ വരെല്ലാം കർത്താവിന് ശക്തി പ്രവർത്തിക്കാൻ വേണ്ടി ഇടിമുഴക്കാൻ പോലെ ശ്രദ്ധിക്കട്ടെ. ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെന്ന് കർത്താവെ, അങ്ങനെ തിരുമുറവാർന്ന് വലതുകരം മക്കളെ സ്ഥിതി വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, വീട് കർത്താവെ, ജീവിക്കാനുള്ള മാർഗമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വീട് നഷ്ടപ്പെട്ടവർ, വിസ നഷ്ടപ്പെട്ടവർ, വരാത്തവർ കർത്താവ്, വ്യത്യസ്തങ്ങളായ വിഷമതകളുടെ വേദന അനുഭവിക്കുന്നവർ, സമാധാനം ഇല്ലാത്തവർ, കുടുംബസമാധാനം ഇല്ലാത്ത കുടുംബങ്ങളെ ഒത്തുവരാത്ത കല്യാണങ്ങൾ, മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് രോഗങ്ങളുള്ളവർ, തെറ്റായ പ്രണയബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, വഴക്കുള്ളവർ, അതിഥി തർക്കമുള്ളവർ, കേസ് അകപ്പെട്ടിരിക്കുന്നവർ, ജോലിയില്ലാത്തവർ, തകർച്ചയുള്ളവർ, സാമ്പത്തിക കടങ്ങളുള്ളവർ, എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്ന ഇടിമ കർത്താവിൻ്റെ വലിയ ശക്തി ഈ നിമിഷം ഇടപെട്ട് വരികയും മാർഗ രോഗങ്ങൾ, തീരാവേദിക ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തു സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശതാധിപനെ പോലെ ദൈവസ്നേഹത്തോടെ ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയെല്ലാം ഈശോയ്ക്ക് സ്വീകാര്യമായൊരു ഭവനം, ദൈവത്തിൻ്റെ കൂടാരം നിർമ്മിച്ചുകൊണ്ട് കൃപയിൽ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും